ഉറച്ച നിലപാടുള്ള ആളുകളെ എല്ലാവരും ഇഷ്ടപ്പെടും. ജീവിതത്തിൽ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം പറഞ്ഞത്. അതിൽ അസർട്ടീവ്നെസ്സിനെ കുറിച്ച്, ഉറച്ച നിലപാടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. കുറേ ആളുകൾക്ക് എന്താണ് ഈ അസർട്ടീവ്നെസ്, എന്താണ് ഉറച്ച നിലപാട് എന്നതിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ട്. ആ വീഡിയോ ചെയ്ത സമയത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോ നാം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ അസർട്ടീവ്നെസ്സിനെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ അത്യാവശ്യങ്ങളെ, നമ്മുടെ ചിന്തകളെ മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കും അവരുടെ ആത്മാഭിമാനത്തിനും അവരുടെ അവകാശങ്ങൾക്കും ഡിഗ്നിറ്റിക്കും യാതൊരു കേടുപാടുകളും സംഭവിക്കാതെ, ഒരാളെയും പ്രയാസപ്പെടുത്താതെ അവതരിപ്പിക്കാനും പറയാനും പ്രകടിപ്പിക്കാനുമുള്ള ഒരു കഴിവാണ് അസർട്ടീവ്നെസ്. അതൊരു കലയാണ്. ഈ കല കൈവശമുള്ള ആളുകൾക്ക് ക്ലിയർ ആയിട്ട് തങ്ങളുടെ കാര്യങ്ങളെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളെ, അവരുടെ കാഴ്ചപ്പാടുകളെ ഒക്കെ സ്വീകരിക്കുവാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയും. ഈ കല കൈവശമുള്ള ആളുകൾക്ക് ആളുകളെ കൃത്യമായി കേൾക്കാനും അവരെ മനസ്സിലാക്കാനും ഒക്കെ കഴിയും. മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കോട്ടം തട്ടാതെ തങ്ങളുടെ കാര്യങ്ങളെ പറയാനും അത് പ്രകടിപ്പിക്കാനും തങ്ങൾക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെ നേടിയെടുക്കാനും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ നോ എന്ന് പറയാനുമുള്ള കഴിവ് ഇത്തരക്കാർക്കുണ്ടാകും. ഈ കൃത്യമായ നിലപാടുള്ള ആളുകൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഒരു ബൗണ്ടറികൾ, ജീവിതത്തിന്റെ നിഖില മേഖലയിലും എത്രത്തോളം ആകാം എന്ന രീതിയിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും ഉറച്ച നിലപാടോടുകൂടി തങ്ങളുടെ കാര്യങ്ങളെ മറ്റുള്ളവർക്ക് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിൽ പറയാനും ആ ബൗണ്ടറി വിട്ട് കിടക്കാതെ അത് കീപ്പ് ചെയ്യാനും കഴിയും. അത്തരം ആളുകൾക്ക് തങ്ങളുടെ ഇമോഷൻസുകളെ, തങ്ങളുടെ വികാരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അത് മാനേജ് ചെയ്യാനും അത് കൺട്രോൾ ചെയ്യാനും കഴിയും. അതിലൂടെ അവർക്ക് തങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനും ആ ബന്ധങ്ങളെ മാനേജ് ചെയ്യാനും കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് ഉപകാരപ്പെട്ട രീതിയിൽ ബന്ധങ്ങളെ ക്രമീകരിക്കാനും കഴിയും. അതിലൂടെ അവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അവർ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തവരായിരിക്കും. അവർക്ക് ആളുകളുമായി സരസമായി സംവേദനം ചെയ്യാൻ കഴിയും. തന്റെ കൃത്യമായ ബൗണ്ടറികളും തനിക്ക് ഏതുവരെ പോകാമെന്ന രീതിയിലുള്ള നിശ്ചിതമായ പരിധികളും പരിമിതികളും തങ്ങൾ തന്നെ നിശ്ചയിക്കുന്നത് കൊണ്ട് അവരുടെ സ്ട്രെസ് ലെവൽ താഴുകയും അനാവശ്യമായിട്ടുള്ള ടെൻഷനും ഡിപ്രഷനും ഒന്നും അവരെ ബാധിക്കില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. നിർമ്മാണാത്മകമായ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ബൗണ്ടറികൾ നിശ്ചയിച്ചുകൊണ്ട് ആളുകളെ വളരെ എമ്പതിയോടുകൂടി കേൾക്കുകയും അവരുടെ അഭിപ്രായങ്ങളെയും അവരുടെ കാഴ്ചപ്പാടുകളെയും ഒക്കെ പരിഗണിക്കുകയും എന്നാൽ തങ്ങളുടെ ബൗണ്ടറിക്കപ്പുറത്ത് തങ്ങളുടെ നിലപാടുകളെ അതൊന്നും സ്വാധീനിക്കാതെ തന്നെ ആളുകളെ നല്ല രീതിയിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയേ സാധിക്കൂ എന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ ഇന്നാലിന്ന കാരണങ്ങളുണ്ട്, ആ കാരണങ്ങൾ എനിക്ക് എൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ എന്നെ നിർബന്ധിക്കുന്നുണ്ട് എന്ന രീതിയിൽ അവരുടെ എല്ലാ അവകാശങ്ങളെയും, എല്ലാ അധികാരങ്ങളെയും, എല്ലാ ഡിഗ്നിറ്റിയെയും, എല്ലാ ആത്മാഭിമാനത്തെയും സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ നിലപാടുകളെ സൃഷ്ടിച്ചെടുക്കുകയും അതവരോട് മാന്യമായി മനോഹരമായി അവർക്ക് കൂടി മനസ്സിലാകുന്ന റെസ്പെക്റ്റോട് കൂടിയിട്ടുള്ള ഒരു ടോണിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതിനാണ് ഈ ഉറച്ച നിലപാടുള്ള വ്യക്തിത്വം രൂപപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മുടെ നിലപാടുകളെ പറയാതിരിക്കുന്നത് റിജക്ഷനോ കോൺഫ്ലിക്റ്റോ, നമ്മൾ അവഗണിക്കപ്പെടുമോ, നമ്മൾ തഴയപ്പെടുമോ, നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അത്തരം നിലപാടുകൾ എടുക്കാത്തത്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ നമ്മുടെ നിലപാടുകളെ, നമ്മുടെ വികാരങ്ങളെ, നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് പലപ്പോഴും പ്രകടിപ്പിക്കാൻ കഴിയാതെ വരികയും അതങ്ങനെ ഒരു ബലൂൺ വീർക്കുന്നത് പോലെ വീർത്ത് അവസാനം ഒറ്റ പൊട്ടിത്തെറിക്കലിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. ഒരുപക്ഷെ അത്തരം നമ്മൾ നമ്മുടെ വികാരങ്ങളെ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ അതൊരു അഗ്രസീവ് മോഡിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുകയും
പിന്നീട് വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്ന രീതിയിലേക്ക്, പൊട്ടിത്തെറിയിലേക്ക് അത് എത്തപ്പെടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ നിലപാടുകൾ പലപ്പോഴും നമ്മൾ പറയാതിരിക്കുന്നത് കൾച്ചറൽ ആൻഡ് സോഷ്യൽ ബൗണ്ടറിക്ക് അകത്തോ പുറത്തോ ആകുമോ എന്നത് കൊണ്ടാണ്. അതെല്ലാം അങ്ങനെ നമ്മൾ ഇതൊന്നും പ്രകടിപ്പിക്കാതെ എങ്കിൽ അമിതമായി പ്രകടിപ്പിക്കുമ്പോൾ ഒക്കെ നമ്മുടെ ജീവിതത്തിലെ ബന്ധങ്ങൾ തകരുകയും ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുകയും നല്ല ബന്ധങ്ങൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാതെ, ആകർഷിക്കപ്പെടാതെ നമ്മൾ ഒറ്റപ്പെടുകയുമാണ് ചെയ്യുന്നത്. അത് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുകയും ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്ത രീതിയിൽ, ഞാൻ ഇത് ചെയ്താൽ മറ്റുള്ളവർ എന്ത് കരുതും, ഞാൻ ഇന്ന രീതിയിൽ പ്രവർത്തിച്ചാൽ അവരെന്നെ കുറിച്ച് എന്ത് ധരിക്കും എന്നൊക്കെ രീതിയിലുള്ള ചിന്തകൾ കടന്നു വരികയും നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടുകയും നമുക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും നമ്മുടെ ബന്ധങ്ങൾ തകരുകയും സാമൂഹ്യ ജീവിയായിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് അനിവാര്യമായിട്ടുള്ള റിലേഷൻഷിപ്പുകളും ആളുകളുടെ സഹകരണവും അവരുടെ സഹായവും ഒക്കെ നമുക്ക് ലഭിക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ കൃത്യമായ ഒരു നിലപാട് രൂപപ്പെടുത്തുകയും അത് മറ്റുള്ളവർക്കോ സമൂഹത്തിനോ നമ്മുടെ കൾച്ചറിനോ ഒന്നും അപകടപ്പെടാത്ത രീതിയിൽ തന്നെ അതിൻ്റെ ബൗണ്ടറികൾ നിശ്ചയിക്കുകയും ആവശ്യമായ ഘട്ടത്തിൽ മാന്യമായി കൊണ്ട് തന്നെ എന്നെ കൊണ്ട് അതിന് സാധിക്കില്ല, എൻ്റെ വിശ്വാസം ഇതാണ്, അല്ല എങ്കിൽ എൻ്റെ നിലപാട് ഇതാണ്, എൻ്റെ വാല്യൂസ് ഇതാണ് എന്ന് നമുക്ക് ഉറക്കെ പറയാനും ആ പറയുന്നതിൽ യാതൊരു തർക്കങ്ങളോ വ്യാസങ്ങളോ ഒന്നുമില്ലാതെ തന്നെ മറ്റുള്ളവരുടെ അവകാശങ്ങളെയും മറ്റുള്ളവരുടെ അധികാരങ്ങളെയും മറ്റുള്ളവരുടെ ആത്മാഭിമാനത്തെയും ഡിഗ്നിറ്റിയെയും ഒക്കെ റെസ്പെക്റ്റ് ആയിക്കൊണ്ട് വളരെ റെസ്പെക്ട്ഫുള്ളി ആയിട്ടുള്ള ഒരു വോയിസ് ടോണിൽ നമുക്കത് പറഞ്ഞു ഫലിപ്പിക്കാൻ കഴിയും. അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യണം. അതിനാദ്യം വേണ്ടത് നമ്മൾ ആരാണ് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ കഴിവുകളെയും കഴിവുകേടുകളെയും നാം ജീവിക്കുന്ന സൊസൈറ്റിയുടെയും കൾച്ചറിനെ കുറിച്ചുമൊക്കെ കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ട് എങ്കിൽ അതിൽ നിന്ന് നാം നമ്മുടേതായ ഒരു ബൗണ്ടറി സൃഷ്ടിക്കപ്പെടുകയും നമ്മുടെ ലക്ഷ്യത്തിലേക്കും നമ്മുടെ ജീവിതത്തിന്റെ ഗോളിലേക്കുമൊക്കെ എത്തിപ്പെടാനുള്ള റൂട്ടുകൾ നിശ്ചയിക്കുമ്പോൾ ഇത്തരം വാല്യൂസും ഇത്തരം കാര്യങ്ങൾ കൂടി നിലപാടുകൾ കൂടി അതിനോട് ചേർത്ത് വെക്കുകയും ആ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു നിലപാടുള്ള ഉറച്ച നിലപാടുള്ള വ്യക്തിത്വം രൂപപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗത്തെ ശക്തമാക്കുകയും ചെയ്യുക. അതിന് നമുക്ക് കഴിയട്ടെ നല്ല ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വം രൂപപ്പെടുത്തിയെടുക്കാനും അത് മാന്യമായ രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന രീതിയിൽ നാം അത് പ്രഖ്യാപിക്കാനും നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇതുപോലെയുള്ള പോസിറ്റീവായ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.